വെൽക്കം ടു മിസ് യൂണിവേഴ്സ് ഹൗസ്. സാധാരണ നമ്മൾ ഈ മിസ് യൂണിവേഴ്സ് മത്സരങ്ങൾ തുടങ്ങുന്നതും തീരുന്നതും ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ജേതാവാകുന്ന ആളെയാണ് പലപ്പോഴും പത്രത്തിലോ ടിവിയിലോ മറ്റോ കാണുക. ഇതിപ്പോ അങ്ങനല്ല. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ വിവാദങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അവിടെ ആകെ ജഗ പോകുകയാണ്. നവംബർ 21 മിസ് യൂണിവേഴ്സിനെ പ്രഖ്യാപിക്കും. സ്റ്റിൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെന്നാണ് കേട്ടത്. 2 ആഴ്ച മുന്നെയാണ് ആദ്യ പ്രശ്നം. തായ്ലൻഡ് ആതിഥേയത്വം വഹിക്കുന്ന ഈ വർഷം മിസ് യൂണിവേഴ്സ് തായ്ലൻഡ് ഡയറക്ടർ നവത് ഇത്സരഗ്രിസിലാണ് ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത്. മിസ് മെക്സിക്കോ മത്സരാർത്ഥിയെ പുള്ളി എഴുന്നേറ്റ് നിർത്തി അങ്ങ് അപമാനിച്ചു. തായ്ലൻഡിന്റെ പ്രൊമോഷണൽ പരിപാടിയുടെ ഭാഗമാകുന്നില്ലെന്ന് പറഞ്ഞ് അവരെ ഡംബ് എന്ന് വിളിച്ചു. മറുപടി പറഞ്ഞ് അവരെ സെക്യൂരിറ്റിയോട് പിടിച്ച് പുറത്താക്കാനും ആവശ്യപ്പെട്ടു. സഹ മത്സരാർത്ഥിയെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ കൂട്ടാക്കാതെ മറ്റ് മത്സരാർത്ഥികളും സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത് വലിയ വിവാദമായി. നമ്മളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. പിന്നീട് ഭാവി മിസ് യൂണിവേഴ്സ് പരിപാടികളിൽ നിന്ന് ഇത്സരഗ്രിസിനെ പുറത്താക്കി എന്നാണ് കേട്ടത്. രണ്ടാമത്തെ പ്രശ്നം, തായ്ലൻഡ് ഡയറക്ടറിനെ വിമർശിച്ച് ഒരു മുൻ മിസ് യൂണിവേഴ്സ് ഇട്ട ഇൻസ്റ്റാ ലൈവാണ്. ഇൻസ്റ്റാ ലൈവിൽ മിസ് മെക്സിക്കോയെ അപമാനിച്ച തായ്ലൻഡ് ഡയറക്ടറിനെ അവർ ചൈനീസ് എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നിട്ട് കൈ കൊണ്ട് കണ്ണിങ്ങനെ വലിച്ചു പിടിച്ച് ഒരു വംശീയ അധിക്ഷേപവും നടത്തി. കണ്ണങ്ങനെ ഇരിക്കുന്നവരെല്ലാം അവർക്ക് ചൈനക്കാരാണത്രേ. എന്താ കഥ? ഈ വംശീയ അധിക്ഷേപം പോരാഞ്ഞിട്ടോ തായ്ലൻഡ് എന്ന രാജ്യത്തെ അവരെ അപമാനിക്കുകയും ചെയ്തു. ഇത് ചെയ്തത് 1996 മിസ് യൂണിവേഴ്സായ അലീസിയ മക്കാഡോയാണ്. മൂന്നാമത്തെ പ്രശ്നം, ചിലിയിൽ നിന്നുള്ള മത്സരാർത്ഥിയുടെ ഒരു ടിക്ടോക്ക് വീഡിയോ ആണ്. ടിക്ടോക്ക് ട്രെൻഡ് പിടിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. മേക്കപ്പിനിടയിൽ കോമ്പാക്ട് പൗഡർ കയ്യിലോട്ടിട്ട് സ്നോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിച്ച് ഫുൾ ഗ്ലാമിൽ പ്രത്യക്ഷപ്പെടുക. പക്ഷേ സ്നോട്ട് ചെയ്തത് മാത്രമേ പാവത്തിന് ഓർമ്മയുള്ളൂ. ട്രെൻഡ് ആവാൻ പോയിട്ട് പിറ്റേന്ന് ക്ഷമാപണം നടത്തിയാണ് ആള് തലയുരിയത്. ഏറ്റവും ഒടുവിൽ ഞെട്ടിച്ചത് മിസ് യൂണിവേഴ്സിന്റെ 2 ഒഫീഷ്യൽ ജഡ്ജസ് ആണ്. ഒരു സുപ്രഭാതത്തിൽ അവരങ്ങ് രാജിക്കത്തിട്ടു. അതിൽ ഒമർ ഹാർഫൗച്ച് ഇൻസ്റ്റയിലിട്ട ഒരു കുറിപ്പാണ് ഇതിലെ ടേണിംഗ് പോയിന്റ്. മിസ് യൂണിവേഴ്സിൽ ഫൈനലിസ്റ്റ് ആകേണ്ടവരുടെ ലിസ്റ്റ് നേരത്തെ തന്നെ ഒരു അനൌദ്യോഗിക ജഡ്ജിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഈ മത്സരാർത്ഥികളും സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് പുള്ളി കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. സുതാര്യത ഇല്ലാതെയാണോ ഇത്തരം മത്സരങ്ങൾ നടത്തുന്നതെന്നാണ് ഇത് കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാസമായിട്ട് മിസ് യൂണിവേഴ്സ് ഹൗസിൽ നടക്കുന്നത്. മത്സരാർത്ഥികൾ തൊട്ട് ജഡ്ജസ് വരെ ആകെ പ്രോബ്ലംസ് ആണ്. ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ കൂടി അവിടുത്തെ പുതിയ വിവാദം എന്താണെന്നാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തീരുന്നതിന് മുമ്പ് പുതിയ വല്ല വിവാദം ഉണ്ടായാൽ ഒന്നുകൂടെ വരാം.